എല്ലാവർക്കും നമസ്കാരം. വിഭജിക്കയിലേക്ക് വീണ്ടും സ്വാഗതം. എൻ്റെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഞാൻ ആരാധിക്കുന്ന എൻ്റെ മൂർത്തികളെയും ഒരു നിമിഷം സ്മരിച്ചുകൊണ്ട് വിഭജിക്കയിലൂടെ നമുക്ക് ഒരുമിച്ച് അല്പസമയം യാത്ര. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളാണ് ഈ ജന്മത്തിലെ എന്നല്ല ഈ തലമുറയിലെ മക്കളായി പിറക്കുന്നത് എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അതിനുദാഹരണമാണ് തൊട്ടടുത്ത ദിവസം കണ്ണൂരിൽ നടന്ന സംഭവം. 25 വയസ്സുകാരനായ ക്രിസ്റ്റി എന്ന മകൻ സ്വന്തം അമ്മയുടെ കഴുത്തറുത്തു കൊന്നു. തുടർക്കഥയായി കൊണ്ടിരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ ഇനിയെങ്കിലും ഒരു പരിധിവരെ കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സ് വച്ച് മുന്നോട്ടിറങ്ങിയേ മതിയാവൂ. ആ അമ്മ ഒന്ന് മനസ്സ് വച്ചിരുന്നു എങ്കിൽ 25 വയസ്സ് വരെ വളർത്തി വലുതാക്കി ഇത്രയുമാക്കിയ മകൻ ആ അമ്മയെ തന്നെ തിരിഞ്ഞു കൊല്ലേണ്ടതായിട്ട് വരില്ലായിരുന്നു. ഒരു അമ്മ പോലും ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നില്ല. പക്ഷേ ഇന്നത്തെ മക്കൾ അങ്ങനെ ചിന്തിക്കുന്നു. അമ്മയും അച്ഛനെയും സഹോദരങ്ങളെയും നിഷ്കരണം കൊല്ലാനായിട്ട് ഒരു മടിയും കാണിക്കാത്ത തലമുറ. അതിൽ നിന്നും നമുക്കൊരു മാറ്റം വരണം. മാറ്റം വരുത്തിയേ മതിയാവൂ. നമ്പൂതിരിയുടെ ജ്ഞാനപ്പാനയിലെ ആദ്യത്തെ വരികൾ തന്നെ നമുക്ക് നോക്കാം. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും, പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ എന്ന് തുടങ്ങുന്ന വരികൾ. ഗുരുവിനെയാണ് ആദ്യം സ്മരിച്ചുകൊണ്ട് തുടങ്ങുന്നത്. മാതാപിതാക്കളെ സ്നേഹിക്കാത്ത, ഗുരുവിനെ വണങ്ങാത്ത, ദൈവത്തെ ഭയക്കാത്ത ഒരു തലമുറയാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊരു മാറ്റം വരണം. മാറിയേ മതിയാകൂ. അതിനായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ മനസ്സിലെ ഒരു ആശയം ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. ഒന്ന് മാറി പറഞ്ഞോട്ടെ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികളിലൂടെ ജനങ്ങൾ തന്നെ ഭരണം നടത്തുന്ന രീതിയാണ് ജനാധിപത്യം, ഡെമോക്രസി. ഡെമോസ് എന്നാൽ ജനങ്ങൾ, ക്രോട്ടോസ് എന്നാൽ ഭരണം. ഈ രണ്ട് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഡെമോക്രസി എന്ന വാക്ക് ഉണ്ടായത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ നാം വോട്ടിട്ട് പുതിയൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കാനായിട്ട് കാത്തിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും. അടുത്തുള്ള 5 വർഷം നമ്മെ നയിക്കാനായിട്ട് വരുന്ന ഭരണകർത്താക്കളോട് എളിയ അഭ്യർത്ഥന. നമ്മുടെ സ്കൂൾ സിലബസിൽ ചെറിയൊരു മാറ്റം വരുത്തണം. അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് സ്കൂളിലേക്ക് പോകുന്നത്. പക്ഷേ അറിവിൻ്റെ കൂടെ തിരിച്ചറിവും കൂടെ ലഭിക്കുന്ന ഒരു സിലബസ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. ജാതിഭേദമന്യേ LKG തലം മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ സിലബസിൽ അവരവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ഒരു സിലബസ് ഉണ്ടാക്കി കുട്ടികളിൽ അറിവിനോടൊപ്പം തിരിച്ചറിവ് കൂടെ കൊണ്ടുവന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ വിലമതിക്കാനാവാത്ത മുത്തുകളായി വളർത്തിയെടുക്കാൻ നമുക്കും നമ്മുടെ ഭരണകൂടത്തിനും സാധിക്കട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.